പ്രിയപ്പെട്ട മോമിനിങ്ങളെ, അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹ്. ഇന്നത്തെ കുറച്ച് ടൈം നമുക്ക് പ്രവാസികൾക്ക് വേണ്ടി മാറ്റിവെച്ചൂടെ പ്രിയപ്പെട്ടവരെ? എല്ലാവരുടെ വീട്ടിലും പ്രവാസികളുണ്ട്. എത്രയെത്ര പ്രവാസികളാണ് പെട്ടെന്നും പിടങ്ങനെയും അറ്റാക്ക് മൂലം മരണപ്പെട്ടു പോകുന്നത്. നമുക്ക് വേണ്ടി കാലങ്ങളോളം പ്രവാസ ലോകത്ത് കഴിഞ്ഞ് അവസാനം നാട്ടിൽ വരാനിരിക്കെ മരണപ്പെട്ടു പോകുന്ന പ്രവാസികൾക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്തൂടെ? നമ്മുടെ ജീവിച്ചിരിക്കുന്ന പ്രവാസികൾക്ക് വേണ്ടി നമുക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്തൂടെ? ഒരുപാട് സ്വപ്നങ്ങളായിരിക്കും പ്രവാസികൾക്ക്. 1, 2, 3, 4 വർഷം പ്രവാസ ലോകത്ത് കഴിഞ്ഞിട്ട് അവസാനം വീട്ടുകാരെ അറിയിക്കാതെ ഒരു സർപ്രൈസായി നാട്ടിൽ വരാനിരിക്കെ പ്രവാസി പെട്ടിയും കെട്ടി കിടന്നത് രാവിലെ ഉണർന്നില്ല, മരണപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നത്തെ കുറച്ച് സമയം നമുക്ക് പ്രവാസികൾക്ക് വേണ്ടി മാറ്റിവെച്ചൂടെ? ഇതുകൊണ്ട് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാലം പ്രവാസ ലോകത്ത് ജീവിച്ച് പ്രവാസ ലോകത്ത് നിന്ന് തന്നെ മരണപ്പെട്ടു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ജീവിതത്തിൽ സുഖമെന്തെന്നറിയാതെ സ്വയം ജീവൻ ബലിയർപ്പിക്കുകയാണ് പ്രവാസി. ആ പ്രവാസികൾക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്തൂടെ പ്രിയപ്പെട്ടവരെ? അവരുടെ ആഫിയത്തിന് വേണ്ടി നമുക്ക് ദുആ ചെയ്തൂടെ? ഒരുപാട് മരണപ്പെട്ട പ്രവാസികളുണ്ട്, അവർക്ക് വേണ്ടി ദുആ ചെയ്തൂടെ? അവരുടെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്തൂടെ? അവരുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യണ്ടേ? അങ്ങനെയുള്ളൊരു പ്രവാസിയാണ് ഇന്നലെ വൈകിട്ട് 7 മണിക്ക് മരണപ്പെട്ടിരിക്കുന്നത്. വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പ്രവാസ ജീവിതത്തിനിടക്ക് ഇദ്ദേഹം പലരെയും പരിചയപ്പെടുകയും ചെയ്ത പ്രവാസ ലോകത്ത് വലിയൊരു ബന്ധങ്ങൾ ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ. ഇദ്ദേഹത്തിനാണെങ്കിൽ ബാധ്യതകളൊന്നുമില്ല. തൻ്റെ കുടുംബത്തെയും മക്കളെയും നല്ലൊരു നിലയിലെത്തിച്ചു. എന്നാലും താൻ വെറുതെ നിന്നില്ല. തൻ്റെ പ്രശ്നങ്ങളും സ്വപ്നങ്ങളും എല്ലാം പൂർത്തീകരിച്ചിട്ടും വീണ്ടും പ്രവാസ ലോകം നയിച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിന് വയസ്സ് 59. 60 വയസ്സ് വരെ പൂർത്തിയാക്കാൻ നിന്ന ഇദ്ദേഹം പടച്ച റബ്ബിൻ്റെ വിളിക്ക് ഉത്തരം നൽകി. 3 ദിവസമായത്രേ അലൈനിലെ ഒരു ഹോസ്പിറ്റലിൽ ICUലായിട്ട് ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇന്നലെ വൈകിട്ട് 7 മണിക്ക് മരണപ്പെട്ടു പോകുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കേട്ടവരും കണ്ടവരും പരിചയപ്പെട്ടവരും ഒക്കെ ഇദ്ദേഹം നല്ല മനുഷ്യനാണെന്നുള്ള വാഗ്ദാനം മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുന്നുള്ളൂ. മാഷാ അല്ലാഹ്. അദ്ദേഹത്തിൻ്റെ ഖബറിടം പടച്ച റബ്ബ് വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ, ആമീൻ. വളാഞ്ചേരി കോട്ടപ്പുറം മഹലിൽ താമസിക്കുന്ന പറമ്പയിൽ മുഹമ്മദ് ബഷീറാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഏറെക്കാലം പ്രവാസ ലോകത്ത് കഴിഞ്ഞിട്ടും തൻ്റെ കുടുംബത്തെയും മക്കളെയും തൻ്റെ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചിട്ടും അദ്ദേഹത്തിൻ്റെതായ ജീവിതത്തിന് വേണ്ടി വീണ്ടും പ്രവാസ ജീവിതം ഇങ്ങനെ നയിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. വയസ്സ് 59 കഴിഞ്ഞ് 60 വരെ നോക്കാം എന്നുള്ള നിലക്കായിരുന്നു. പക്ഷേ പടച്ച റബ്ബിൻ്റെ റഹ്മത്തിലേക്ക് അദ്ദേഹം യാത്രയായി. ഇതാണ് നമ്മൾ പറയുന്നത്. മരണം ആരും ക്ഷണിച്ചു വരുത്തുന്നതല്ല, നമ്മളെ കൊണ്ടുപോകുന്നതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ, ആമീൻ. നമ്മുടെയൊക്കെ ജീവിതം നന്നായാലേ നമ്മുടെ മരണവും നന്നാവുകയുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. പടച്ച റബ്ബ് ഇതുപോലുള്ള മരണത്തെ തൊട്ടൊക്കെ നമ്മളെയൊക്കെ കാക്കട്ടെ, ആമീൻ. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ബന്ധു കൂടിയാണ് ഇദ്ദേഹം. വളരെ നല്ലൊരു മനുഷ്യൻ. ആരെക്കൊണ്ടും പറയിപ്പിക്കാതെ തൻ്റെ കുടുംബത്തെയൊക്കെ നല്ലൊരു നിലക്കാക്കി. എന്നിട്ടും അദ്ദേഹം പ്രവാസ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും ജീവിക്കാൻ മറന്നു പോകരുത്. നമ്മുടെയൊക്കെ ജീവിതം നന്നാകുമ്പോഴാണ് നമ്മുടെ മരണവും നന്നാകുന്നത്. പടച്ച റബ്ബ് നമ്മുടെയൊക്കെ ഈമാൻ നിലനിർത്തി തട്ടെ, ആമീൻ. ഇവരുടെ രോഗവിവരം അറിഞ്ഞ് ഭാര്യയും മക്കളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് വീണ്ടും ഒരു അറ്റാക്ക് വന്നത്. ആ ഒരു അറ്റാക്കിലൂടെ ഇദ്ദേഹത്തിന് സംസാരിക്കാൻ വയ്യാതായിരുന്നു അത്രേ. അങ്ങനെയാണ് ഇന്നലെ വൈകിട്ട് 7 മണിക്ക് മരണപ്പെടുന്നത്. 60 വയസ്സായിട്ട് നാട്ടിൽ പോകണം. ഇനി 1 വർഷം കൂടി വിസയുണ്ട്. അതെ, അദ്ദേഹത്തിന് അവിടെ നിന്നായിരിക്കും പടച്ച റബ്ബ് വിളിക്കാനുള്ള യോഗം.
പടച്ച റബ്ബിൻ്റെ ആ ഒരു മരണക്കണിയിൽ നിന്നും നമുക്കാർക്കും രക്ഷപ്പെടാനാവില്ല പ്രിയപ്പെട്ടവരെ. എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു, എന്തെല്ലാം മോഹങ്ങളായിരുന്നു, ഒടുക്കം അതൊക്കെ ബാക്കിയാക്കി പടച്ച റബ്ബിൻ്റെ പെട്ടെന്നുള്ള ആ വിളിയിൽ നമ്മൾ ഉത്തരം നൽകേണ്ടി വരും. ഇവർക്ക് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. ഇന്നത്തെ ദുആ നമുക്ക് പ്രത്യേകിച്ച് പ്രവാസികൾക്കിരിക്കട്ടെ. പടച്ച റബ്ബ് ഈ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. പടച്ച റബ്ബേ അർഹമുറാഹിമായ അല്ലാഹ്, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഈ മയ്യത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവമാക്കണേ റബ്ബേ. ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ. അർശിൻ്റെ തണൽ നീ നൽകണ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഇവരെ ഉൾപ്പെടുത്തണ റബ്ബേ. ഇവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണ റബ്ബേ. ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള അറ്റാക്ക് പോലുള്ള മരണത്തെ തൊട്ട് നമ്മളെ ഏവരെയും കാക്കണ റബ്ബേ. പടച്ച റബ്ബേ, ഉറ്റവരെയും ഉടയവരെയും വിട്ട് പ്രവാസ ലോകം നയിക്കുന്ന നമ്മുടെ പ്രവാസികൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബേ. പടച്ച റബ്ബേ, ഒരുപാട് പ്രവാസികൾ അറ്റാക്ക് മൂലം മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെയൊക്കെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബേ. സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബേ. അർശിൻ്റെ തണൽ നീ നൽകണ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ അവരെയൊക്കെ ഉൾപ്പെടുത്തണ റബ്ബേ. പ്രവാസികളുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണ റബ്ബേ. ഒരുപാട് മക്കൾ ഇന്ന് എത്തിയുമായിട്ടുണ്ട് റബ്ബേ. ആ മക്കളെയൊക്കെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബേ. ആ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബേ. ആ കുടുംബത്തിന് നീ ബർക്കത്തേകണ റബ്ബേ, ഇസ്സത്തേകണ റബ്ബേ, റഹ്മത്തേകണ റബ്ബേ. അവർക്ക് നീ സന്തോഷമുള്ളൊരു ജീവിതം നീ കൊടുക്കണ റബ്ബേ. സമാധാനമുള്ള ജീവിതം കൊടുക്കണ റബ്ബേ. ആരെക്കൊണ്ടും പറയിപ്പിക്കാത്തൊരു ജീവിതം നീ കൊടുക്കണ റബ്ബേ. ഉപ്പയില്ലാത്ത വിഷമം നീ അവരെ അറിയിക്കല്ല റബ്ബേ. പടച്ച റബ്ബേ, ഒരു കുടുംബത്തെയും നാഥനില്ലാത്ത കുടുംബമാക്കി മാറ്റല്ല റബ്ബേ. നാഥൻ നഷ്ടപ്പെട്ട കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബേ. അവർക്ക് നല്ലൊരു സമാധാനമുള്ള ജീവിതം നീ കൊടുക്കണ റബ്ബേ. അവർക്ക് നീ ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, ഒരുപാട് പ്രവാസികളാണ് റബ്ബേ ഇന്ന് അറ്റാക്ക് മൂലം മരണപ്പെട്ടു പോകുന്നത്. അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബേ. ആരോഗ്യം കൊടുക്കണ റബ്ബേ. ഹിസ്സത്ത് കൊടുക്കണ റബ്ബേ. അവരുടെ കുടുംബത്തിന് നീ റഹ്മത്ത് കൊടുക്കണ റബ്ബേ. മരണപ്പെട്ടു പോയവരുടെ കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണ റബ്ബേ. അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുത്ത് സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണ റബ്ബേ. പടച്ച റബ്ബേ, എല്ലാ കുടുംബത്തിലും ഇന്ന് പ്രവാസികളുണ്ട് റബ്ബേ. ആ കുടുംബത്തിന് നീ ബർക്കത്തേകണ റബ്ബേ, ഇസ്സത്തേകണ റബ്ബേ, റഹ്മത്തേകണ റബ്ബേ. ആ പ്രവാസിക്ക് നല്ലൊരു ജീവിതം കൊടുക്കണ റബ്ബേ. ആ പ്രവാസിക്ക് ആഫിയത്തും ആരോഗ്യവും നീ കൊടുക്കണ റബ്ബേ. ആ കുടുംബത്തെ നോക്കാനുള്ള തൗഫീക്ക് നീ കൊടുക്കണ റബ്ബേ. ഒരുപാട് പ്രവാസികൾ ഇന്ന് പ്രവാസ ലോകത്തിൽ നിന്നും കഷ്ടപ്പെടുന്നുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ ബർക്കത്ത് കൊടുക്കണ റബ്ബേ, റഹ്മത്ത് കൊടുക്കണ റബ്ബേ, ഇസ്സത്ത് കൊടുക്കണ റബ്ബേ. അവരുടെ കുടുംബത്തെ നീ തന്നെ കാക്കണ റബ്ബേ. അവരുടെ കുടുംബത്തിൽ നീ സന്തോഷം കൊടുക്കണ റബ്ബേ. സമാധാനമുള്ളൊരു ജീവിതം നീ കൊടുക്കണ റബ്ബേ. പടച്ച റബ്ബേ, ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ. അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫ നീ നൽകണ റബ്ബേ. ആരോഗ്യം കൊടുക്കണ റബ്ബേ. ആഫിയത്ത് കൊടുക്കണ റബ്ബേ. ഇസ്സത്ത് കൊടുക്കണ റബ്ബേ. റഹ്മത്ത് കൊടുക്കണ റബ്ബേ. പടച്ച റബ്ബേ, നിന്റെ കാരുണ്യം അവരിൽ ഉണ്ടാകണ റബ്ബേ. മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കി കൊടുക്കണ റബ്ബേ. പടച്ച റബ്ബേ, ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും നമ്മളെയൊക്കെ കാക്കണ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണ റബ്ബേ. ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബേ. ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പറ്റുന്നവർ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ച് അവരെ കൊണ്ടുകൂടി ദുആ ചെയ്യിപ്പിക്കുക. അതിനുള്ളൊരു പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.